നമസ്കാരം. ലങ്കയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. 4 ഭാഗത്തു നിന്നും വാനരന്മാരുടെ ആക്രമണത്തെ ചെറുക്കുവാൻ രാക്ഷസർ വാനരർക്കിടയിലേക്ക് ഇരച്ചു കയറി. കൊടിയ യുദ്ധമായി. 2 ഭാഗത്തും ആയിരക്കണക്കിന് ഭടന്മാർ മരിച്ചു വീണു. ലങ്കയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങുകളൊക്കെ രക്തം കൊണ്ട് പുഴയായി മാറുവാൻ തുടങ്ങി. രക്തപ്പുഴ ഒഴുകുന്നതിന് സമാനമായുള്ള യുദ്ധമായി. ഈ സമയം മേഘനാഥൻ, രാവണന്റെ മൂത്ത മകൻ ഇന്ദ്രജിത്ത്, വളരെ പെട്ടെന്ന് നാഗാസ്ത്രം പ്രയോഗിച്ചു. മായയിൽ നിന്നുകൊണ്ടാണ്, മായയിൽ മറഞ്ഞു നിന്നുകൊണ്ടാണ് നാഗാസ്ത്രം പ്രയോഗിച്ചത്. ഓർക്കാപ്പുറത്തായിരുന്നു മേഘനാഥൻ്റെ ഈ നാഗാസ്ത്ര പ്രയോഗം. നാഗാസ്ത്ര പ്രയോഗത്തിൽ സകലരും ബോധഹീനരായി വീണു. സകലരും ബോധഹീനരായി വീണു. ശ്രീരാമനൊഴികെ മുഴുവൻ വാനരസേനയും ലക്ഷ്മണനടക്കം എല്ലാവരും ബോധഹീനരായി വീണു. രാക്ഷസസേന ആർത്ത് വിളിച്ചു. മുഴുവൻ വാനരെയും വധിച്ചിരിക്കുന്നു എന്ന നിലയിൽ ആർത്ത് വിളിച്ചു. ആർത്ത് വിളിച്ചുകൊണ്ട് അവർ കൊട്ടാരത്തിലേക്ക് ഓടിക്കയറി. ഇന്ദ്രജിത്തും അത്യാവേശപൂർവ്വം തൻ്റെ പിതാവിനോട് പോയി പറഞ്ഞു, സകലതിനെയും നാം വധിച്ചു. പെട്ടെന്ന് രാവണൻ ചോദിച്ചു, രാമനെയും? രാമൻ ഇല്ല, ലക്ഷ്മണനെ. രാമനെ നാളെ വധിക്കും, ഇന്ദ്രജിത്ത് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇത്രയധികം വാനരെയും ഒന്നിച്ച് വധിച്ച സംഭവം ലങ്കയിൽ രാക്ഷസർക്കിടയിൽ ഉണ്ടാക്കിയ അത്യാഹ്ലാദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഈ സമയം ആകാശത്ത് അകലെ നിന്നും ഒരു സ്വർണ്ണ ചിറകുള്ള ഒരു മനോഹരമായ ഒരു രൂപം പറന്നു വരുന്നുണ്ടായിരുന്നു. പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ആ പക്ഷി അടുത്തേക്ക് പറന്നു വന്നു. ശ്രീരാമദേവൻ ഗരുഡനെ വിളിച്ചു വരുത്തിയതാണ്. ഗരുഡൻ പറന്നു വന്ന് ശ്രീരാമപാദങ്ങളിൽ നമസ്കരിച്ചു. നാഗാസ്ത്രം കൊത്തിയറുത്തു. അവിടെ ആഹ്ലാദം ലങ്കയിൽ ആഘോഷിക്കുമ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയ വാനരർ വീണ്ടും
ഒച്ച വെച്ചുകൊണ്ട് അത്യാവേശപൂർവ്വം രാക്ഷസരെ വെല്ലുവിളിക്കുക. ഇത് കേട്ട് രാവണൻ ഞെട്ടിപ്പോയി. മേഘനാഥനും എന്താണ് സംഭവിച്ചതെന്നറിയില്ല. നാഗാസ്ത്ര പ്രയോഗത്താൽ ഇത്രയും വേഗത്തിൽ ഈ സൈന്യത്തെ നശിപ്പിച്ച ശേഷം അവർ വീണ്ടും പുതുജീവനെടുത്ത് വരിക എന്ന് പറയുന്നത് അസംഭവ്യമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നതായി ചിന്ത. രാവണനും അതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ചാരന്മാർ അവിടെ നടന്ന കാര്യങ്ങൾ രാവണനോട് വന്നു പറഞ്ഞു. ഒരു ഗരുഡൻ പറന്നു വന്ന് നാഗാസ്ത്രം കൊത്തിയറുത്തതാണ് എന്ന് പറഞ്ഞു. അത് അസംഭവ്യമായ കാര്യമാണ് എന്ന് രാവണന് തോന്നിയാലും സംഭവിച്ചത് യാഥാർത്ഥ്യമാണ്. വീണ്ടും യുദ്ധമാരംഭിച്ചു. ദ്രുമാഷൻ രാവണൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സേനാനായകനാണ്. വലിയ അഹങ്കാരിയാണ് ദ്രുമാഷൻ. രാവണനോളം കഴിവും കരുത്തുമുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു പോരാളി. ദ്രുമാഷൻ പറഞ്ഞു, നാം ഇവയൊക്കെ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കും എന്നിങ്ങനെ പറഞ്ഞു. രാവണൻ ദ്രുമാഷനെ വിളിച്ചു വരുത്തിയാണ് ഈ ചുമതലയേൽപ്പിച്ചത്. ദ്രുമാഷൻ രാവണൻ്റെ അനുവാദത്തോടുകൂടി പോരിനിറങ്ങി പോരാട്ടം തുടങ്ങി. നിമിഷങ്ങൾക്കകം ദ്രുമാഷൻ കൊല്ലപ്പെട്ടു. ദ്രുമാഷൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത രാവണൻ നടുക്കത്തോടെയാണ് കേട്ടത്. ദ്രുമാഷൻ കൊല്ലപ്പെടുകയും ഒരു കാരണവശാലും ദ്രുമാഷൻ ആ വിധം മരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ആ ദ്രുമാഷൻ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് അസംഭവ്യമായ കാര്യമാണ്. പക്ഷെ അതും സംഭവിച്ചിരിക്കുന്നു. പല പോരാളികളെയും രാവണൻ നിയോഗിച്ചു. അവരൊക്കെ തന്നെ നീലന് മുന്നിലും ഹനുമാന് മുന്നിലും ഒക്കെ പരാജയപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. വൻതോതിലുള്ള സേനാനഷ്ടം ഉണ്ടായി. ആ സമയം രാവണൻ താൻ തന്നെ യുദ്ധത്തിനിറങ്ങാം എന്ന് നിശ്ചയിച്ചുകൊണ്ട് രാവണൻ കവചങ്ങൾ അണിഞ്ഞ് തേരിലേറി യുദ്ധത്തിനായി പുറപ്പെട്ടു. രാവണൻ്റെ ഈ വരവ് ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ശ്രീരാമദേവന് കോപം ഇരച്ചു കയറി. പക്ഷേ രാവണൻ എത്തുന്നതിന് മുമ്പ് തന്നെ, യുദ്ധം ചെയ്യാൻ എത്തുന്നതിന് മുമ്പ് തന്നെ, ശ്രീരാമദേവൻ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഹനുമാൻ രാവണൻ്റെ തേരിന്മേൽ ചാടിക്കയറി. രാവണനുമായി കടുത്ത പോരാട്ടമായി. രാവണൻ്റെ മുതുകത്തും നെഞ്ചത്തുമൊക്കെ ആഞ്ഞിടിച്ചു. കിരീടങ്ങളൊക്കെ തെറിപ്പിച്ചു. രാവണൻ രക്തം ഛർദ്ദിച്ചു. രണ്ടുപേരും തമ്മിൽ മൽപ്പിടുത്തമുണ്ടായി. രാവണൻ ഹനുമാനെ ഭീകരമായി മർദ്ദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദനം നടന്നു. മർദ്ദിച്ച് പരസ്പരം വീഴ്ത്തുന്നുണ്ടെങ്കിലും പരസ്പരം അവർ പോരാളികളായതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. ഹനുമാനോട് രാവണൻ പറഞ്ഞു, നീ ഒരു ധീരനാണ്, തികഞ്ഞ പോരാളിയാണ്, നിന്നെ നാം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ രാവണനിൽ കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് അതിനെ
നേരിടുന്ന രാവണനെ ഹനുമാനും അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. അവസാനം രാവണൻ ഹനുമാനെ ഇടിച്ചു വീഴ്ത്തി. ആ സമയം നീലനും രാവണനുമായി ഏറ്റുമുട്ടാൻ തുടങ്ങി. നീലൻ അഗ്നിയുടെ പുത്രനാണ്. അഗ്നിയുടെ പുത്രനാണെങ്കിൽ അഗ്നി ഏൽക്കില്ല എന്ന് പറഞ്ഞാലും അഗ്നയാസ്ത്രം തൊടുത്ത് രാവണൻ നീലനെ ബോധരഹിതനാക്കി. ഈ സമയം ലക്ഷ്മണൻ ശ്രീരാമദേവനോട് അനുവാദം ചോദിച്ചു, നാം രാവണനുമായി ഏറ്റുമുട്ടട്ടെ എന്ന് ചോദിച്ചു. അനുവാദം കൊടുത്തു. ലക്ഷ്മണനും രാവണനുമായി കടുത്ത പോര് തുടങ്ങി. ലക്ഷ്മണൻ്റെ അസ്ത്രപ്രയോഗം കൊണ്ട് രാവണൻ അത്ഭുതപ്പെട്ടു. കുമാരൻ എന്ത് മനോഹരമായി അസ്ത്രം എയ്യുന്നു, യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണനെ അനുമോദിച്ചു. ലക്ഷ്മണൻ അനുമോദിച്ചപ്പോൾ ലക്ഷ്മണൻ തിരിച്ചതുപോലെ തന്നെ രാവണൻ്റെ പോരാട്ട വീര്യത്തെ അനുമോദിക്കുന്നുണ്ടായി. പരസ്പരമുള്ള പോര് കുറേ അധികം സമയം നീണ്ടു നിന്നു. ലക്ഷ്മണനെ പരാജയപ്പെടുത്താൻ ഒരു നിവൃത്തിയുമില്ല എന്ന് വന്നപ്പോൾ രാവണൻ തൻ്റെ കയ്യിലുള്ള വേല് തൻ്റെ ഭാര്യ മണ്ഡോദരിയുടെ പിതാവ് മയൻ രാവണന് കൊടുത്ത ഒരു വേലുണ്ട്, പ്രത്യേക തരം വേല്. ആ വേല് എടുത്ത് രാവണൻ ലക്ഷ്മണന് നേരെ എറിഞ്ഞു. ആ വേല് പതിച്ചാൽ കൊല്ലപ്പെടും എന്ന് ഉറപ്പാണ്. ആ വേലിനെ തകർക്കാൻ ലക്ഷ്മണൻ തിരിച്ച് അസ്ത്രം എയ്തു എങ്കിലും ആ വേലിനെ തകർക്കാനായില്ല. ആ വേല് ലക്ഷ്മണൻ്റെ ശരീരത്തിൽ ചെറുതായി ഒന്ന് തട്ടിയെങ്കിലും ലക്ഷ്മണൻ അവിടെ ബോധരഹിതനായി വീണു. ലക്ഷ്മണൻ ബോധരഹിതനായി വീണു എന്ന് കണ്ടപ്പോൾ രാവണന് ലക്ഷ്മണനെ എടുത്തുകൊണ്ടുപോകാൻ താല്പര്യം തോന്നി. രാവണൻ വന്ന് ലക്ഷ്മണനെ എടുക്കാൻ നോക്കി. ലക്ഷ്മണൻ എടുത്തേക്കാൻ നോക്കിയപ്പോൾ ലക്ഷ്മണൻ്റെ ഒരു കൈ പോലും പൊക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മണനെ ഇങ്ങനെ എടുത്ത് പൊക്കാൻ പറ്റുന്നില്ല, ലക്ഷ്മണൻ്റെ കൈ പോലും പൊക്കാൻ പറ്റുന്നില്ല. കാരണം സാക്ഷാൽ അനന്തനാണല്ലോ, ലക്ഷ്മണനെ എടുത്തു പൊക്കാൻ പറ്റുന്നില്ല. രാവണൻ കുറേ അധികം ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ഈ സമയം ഇത് കണ്ടുകൊണ്ട് ഹനുമാൻ അവിടെ പാഞ്ഞെത്തി ഒരു പൂവ് എടുക്കുന്ന മാതിരി ലക്ഷ്മണനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി. തുടർന്ന് ശ്രീരാമദേവനും രാവണനുമായി യുദ്ധം ആരംഭിച്ചു. പൊരിഞ്ഞ യുദ്ധം. രണ്ടുപേരുടെ മുഖത്ത് ക്രൗര്യം ഇങ്ങനെ ജ്വലിച്ചു നിന്നു. യുദ്ധം, കൊടിയ യുദ്ധം. ശ്രീരാമദേവൻ യുദ്ധം ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഹനുമാൻ ഓടി വന്ന്, രാവണൻ തേരിലാണല്ലോ, അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ ചുമലിൽ കയറി യുദ്ധം ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ നമ്മുടെ ചുമലിൽ കയറി യുദ്ധം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഹനുമാന്റെ ചുമലിലേറി ശ്രീരാമദേവൻ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ശ്രീരാമദേവന്റെ പോരാട്ടം ഹനുമാന്റെ ചുമലിലേറിയാണ് നടന്നത്. ശക്തമായ പോരാട്ടം. രാവണന്റെ തേരാളിയെ വധിച്ചു, തേര് തകർത്തു. രാവണന്റെ കയ്യിലെ അമ്പും വില്ലും ഒക്കെ തകർത്തു. രാവണൻ നിരായുധനായി താഴെ നിൽക്കേണ്ടി വന്നു. ഒന്നുമില്ലാതെ രാവണന്റെ കൂടെ വന്ന സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു.
രാവണൻ്റെ കൂടെയുള്ള ആരുമില്ലാത്ത അവസ്ഥയെ രാവണൻ ഒറ്റയ്ക്ക് അവിടെ ഇങ്ങനെ സകലം നഷ്ടപ്പെട്ട് കിരീടവും തേരും തേരാളിയും ഒക്കെ നഷ്ടപ്പെട്ടിങ്ങനെ ഏകനായി നിൽക്കുകയാണ്. ശ്രീരാമദേവൻ പറഞ്ഞു, നമുക്ക് ഇപ്പോൾ ദശാനനെ വധിക്കാം. നാം ചെയ്യുന്നില്ല. നാം ചെയ്യുന്നില്ല. പോയി ആലോചിക്കൂ. അത് പറഞ്ഞ് രാവണനെ മടക്കി അയച്ചു. രാവണൻ തോറ്റ് നാണം കെട്ട് ഇങ്ങനെ മടങ്ങി രാജധാനിയിൽ ചെല്ലുമ്പോൾ മണ്ഡോദരി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആരുമില്ലാതെ, അംഗരക്ഷകരൊന്നുമില്ലാതെ യുദ്ധത്തിന് നടുവിൽ നിന്ന് ഒറ്റയ്ക്ക് നടന്നു വരുന്ന രാവണനെ കണ്ടപ്പോൾ മണ്ഡോദരി എന്തു പറ്റി എന്ന് ചോദിച്ചു. രാവണൻ ഒന്നും സംസാരിക്കാതെ തലകുനിച്ച് തൻ്റെ മുറിയിലേക്ക് കടന്നുപോയി.